ഇനി സ്വത്ത് തട്ടിയെടുക്കുന്ന ചില അമ്മാവന്മാരെ കുറിച്ചാണ്. ഒരു വയസ്സായ പിള്ളേച്ചന് 8 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ 8 മക്കളിൽ 2 ആണും ബാക്കി 6 പെണ്ണുങ്ങളുമായിരുന്നു. ഈ വയസ്സായ പിള്ളേച്ചൻ മരിച്ചപ്പോഴത്തേക്കും കാലശേഷം ഇതിൽ രണ്ടാമത്തെ ആണും ഒരു പെണ്ണും ചേർന്ന് ഈ പിള്ളേച്ചൻ്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി മറ്റുള്ളവരറിയാതെ അവരുടെ പേരിലേക്ക് മാറ്റി മറ്റു മക്കളില്ല എന്ന് തന്നെ ഇവർ ആധാരത്തിൽ എഴുതിയുണ്ടാക്കി ഈ സ്വത്ത് തട്ടിയെടുത്തു. ബാക്കിയുള്ള പാവങ്ങളായ മക്കൾ ഇതറിഞ്ഞിട്ട് കേസിനും കാര്യത്തിനൊന്നും പോയില്ല. അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് നല്ലവരായ ആ മക്കൾ വിചാരിച്ചു. ഈ ആർത്തി പിടിച്ച ഒരുവനും ആ ഒരു പെണ്ണും ഈ ബാക്കിയുള്ളവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുകയും പിന്നീട് അവർക്ക് ദൈവം കഠിന ശിക്ഷ നൽകിയോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം അതിന് ശിക്ഷ തന്നെ നൽകി പിന്നീട് അറിയാൻ കഴിഞ്ഞത്.